അമ്മ അമ്മ ഓടി വാ, നമുക്ക് ഇന്നൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. അമ്മ ഈ ചക്ക ഒന്ന് അൺബോക്സ് ചെയ്ത് തരാമോ അമ്മ? ഹലോ ഗൈസ്, നമുക്ക് ഇന്നൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയിട്ട് വേണം ഇതിന് എന്തോ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. അപ്പം അൺബോക്സ് ചെയ്യാനായിട്ട് നമ്മുടെ അമ്മ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ചക്ക വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അമ്മ, ചക്ക വെട്ടാനുള്ള ടൂൾസുമായിട്ട് വേഗം വാ. നമ്മുടെ അമ്മ ചക്ക വെട്ടാൻ പോവാണ് ഗൈസ്. റെഡി, 1 ഓഫ്. നമ്മുടെ ചക്ക ഇറങ്ങിയ എനിക്ക് ചക്ക ഇങ്ങനെ വെട്ടാൻ അറിയത്തുള്ളൂ. എനിക്ക് ചെത്താനൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ രീതിയിൽ കൂടെ വെക്കുക. അല്ല, ഈ ചെത്തുന്നതിലുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെയല്ല, നമ്മുടെ ചക്ക നമ്മളെ ചതിച്ചില്ല, വിളഞ്ഞതായിരുന്നു. എക്സ്പെർട്ട്. ഈ ചക്ക ഇപ്പം വേവിക്കാൻ കൊള്ളാം. വറുത്ത് നോക്കാം. അപ്പം നമ്മൾ ചക്കയിലേക്ക് കൈ പറ്റാതിരിക്കാൻ നമ്മൾ എണ്ണയൊക്കെ പെട്ടിക്കൊണ്ടാണ് ഗൈസ് തുടങ്ങുന്നത്. അതുകൊണ്ട് എന്തോ അമ്മ നമ്മുടെ പ്ലാൻ എന്തോ അമ്മ? പ്ലാന് നമുക്ക് ഇച്ചിരി വേവിക്കണം, ഇച്ചിരി ഉപ്പേരി പോലെ വറക്കണം. ഓ പൊളിച്ച്. നെക്സ്റ്റ് എന്തുവാ പിന്നെ കഴിക്കണം, അതല്ലേ ഉള്ളൂ. അപ്പം ഇന്ന് നമ്മുടെ വീട്ടിൽ ഫുള്ള് ചക്ക വൈബാണ്. ചക്കക്കുരു തോരൻ, കൂന് കൊണ്ട് കറി, മുള്ളു മാത്രമേ കളയുന്നുള്ളൂ. ചവണിയും വേണമെങ്കിൽ എടുത്ത് വെക്കാം. ചവണി കൊണ്ട് വറക്കാൻ കൊള്ളാം. ആണോ? എങ്കിൽ പിന്നെ അതുകൂടെ അങ്ങ് എടുത്താലോ? അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓ, അപ്പം നമ്മളൊരു ചക്കയുടെ ഒരു ഭാഗം പോലും നമ്മൾ കളയുന്നില്ലെന്നുള്ളതാണ്. ഈ ചവണി കൊണ്ട് തോരൻ ഉണ്ടാക്കാൻ പറ്റുമോ? അതൊക്കത്തില്ല. ഇല്ലേ പിന്നെ അതും കൂടെ അങ്ങ് ട്രൈ ചെയ്യാമായിരുന്നു. എന്നാ പിന്നെ മടലൂടെ അങ്ങ് പുഴുകി തിന്നൂടെ? പശു ഉണ്ടായിരുന്നെങ്കിൽ ഈ മടലും കൂടെ കൊടുക്കായിരുന്നല്ലേ? എന്തോ ചെയ്യാനാ, പശുവില്ല ആടുമില്ല. അല്ല, അതാകുമ്പോൾ നമ്മൾ ചക്കയുടെ ഒരു ഭാഗം പോലും കളയുന്നില്ലെന്നുള്ളതാണ്. ഉള്ളത് കൊണ്ടുപോയി ഇവിടെ തെങ്ങിൻ്റെ വെട്ടിയിടാം, അത് വളമാവട്ടെ. ഓ, അങ്ങനെയും കിട്ടുന്നുണ്ടല്ലോ. പിന്നെ പക്ഷെ ചക്ക പൊളിക്കണേ കുറേ പേര് വേണം അല്ലേ? തീർന്നേനെ. ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ആ പിന്നെ എന്നാ ഞാൻ എണീറ്റ് പൊക്കോട്ടെ? വേണ്ട, നീ എവിടെ ഇരി. വിചാരിച്ച ഒറ്റയ്ക്ക് ഇപ്പം പൊളിക്കുന്നു. എനിക്കെന്തോ ഒറ്റയ്ക്ക് പൊളിക്കാൻ അറിയത്തില്ല. ഉള്ളത് 10 യോളം കിട്ടിയാൽ അമ്മ ധൈര്യം അമ്മ, സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എനിക്ക് തോന്നി ഇത് കിടന്ന് വിളഞ്ഞാന്ന് തോന്നുന്നു, ഇന്നലെ ഇരുന്ന് വിളഞ്ഞതാ. അപ്പം ഇന്നെന്തോ അമ്മ, വേവിക്കുവാണോ വറക്കുവാണോ? നമുക്ക് വേവിക്കാം, വറക്കാം, എല്ലാം ചെയ്യാം. അപ്പം തോരനും കറിയൊക്കെ നാളെ എല്ലാം കൂടി ഒന്ന് ചെയ്യാൻ നോക്കൂ. നോ ടൈം. ആ കുറേ ആണെങ്കിൽ എന്തോ അമ്മ, ചൈനക്കാരൊക്കെയാണ് ഇതൊക്കെ ഉണക്കി വെക്കുന്നതാണ്. ചൈനക്കാരുണക്കും, ഇപ്പം നമുക്കും കേരളത്തുകാർക്കും ഉണക്കി തിന്നാം. നമുക്ക് പ്ലാവ് ഉണ്ടല്ലോ. അമ്മ ഈ ഇങ്ങനെയുള്ള സാധനം എടുക്കണ്ടല്ലോ. വേണ്ട, മധുരം ഉണ്ടെന്ന് തോന്നുന്നു. പിള്ളേർക്ക് ഉണ്ട് തിന്നാൻ വെക്കണം അമ്മ. വെച്ചോ. നെഹിയാന് നല്ല ഇഷ്ടമാണ്. നെഹിയാനും എബുഖാനും ബി. കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നും അല്ലമ്മ ഇത് പൊളിച്ച് വൃത്തിയാക്കി എടുക്കാൻ. പിന്നെ ചെറിയ ഉളയില്ല, അതുകൊണ്ടാണ്. വലിയ ഉളയാണെങ്കിൽ എളുപ്പം നടക്കും കാര്യം. അടുത്ത വർഷം പ്ലാവിനോട് പറയണം വലിയ ചക്ക. നമുക്ക് വലിയ ചക്ക തരാൻ പറയാം.
മമ്മി എന്നാ ഞങ്ങളുടെ ഈ വർഷത്തെ ആദ്യത്തെ പ്ലാവിലെ ചക്കയാ. ഞങ്ങളുടെ പ്ലാവിലെ അല്ല പിന്നെ ആരുടെയാ? അതിനകത്തുനിന്നോ? അതെങ്ങനെ അറിയാ? പിന്നെ ഞങ്ങളുടെ ചോട്ടിൽ നിൽക്കുന്ന പ്ലാവ് ഞങ്ങളെ വീഡിയോ പിടിക്കുക. അപ്പച്ച അവിടെ നിൽക്കട്ടോ. കാണിക്കും. ആ അപ്പം കമൻറ്റ് വരും, ഇങ്ങനെയാണോ ചക്ക വെട്ടുന്നേ? എൻ്റെ എനിക്ക് ഇങ്ങനെയും വെട്ടാം, എനിക്ക് ഇങ്ങനെ വെട്ടാൻ അറിയാം. ോളം മധുരമുള്ളൊരു ശീലം ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. ഉമ്മ എല്ലാരോളം ചക്ക പൊളിക്കണോ ഉറങ്ങണോ? സീരിയസ്ലി ബ്രോ? കനിവിൻ്റെ കടലായ ഒരേ ബിസ്ക്കറ്റ് വേണോ? ഡാർക്ക് ഫാന്റസി വേണോ? ദുനിയാവിലെ ചിക്കൻ പൊരിച്ചു തരട്ടെ? എൻ്റെ പൊന്നുമ്മ ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. അവിടെ ഞാൻ എടുത്തോണ്ട് വരാം. സുബി, നമ്മുടെ വീട്ടിൽ ഫുള്ള് ചക്കയാ. ചക്കപ്പുഴുക്ക്, ചക്ക അവിയല്, ചക്കത്തോരൻ. ചക്ക കൊണ്ട് ചോറൂടെ വെക്കാൻ പറ്റിയെങ്കിൽ അതും കൂടി നടന്നേ. ജീവിത പൊന്നാരമ്മ പാട്ട് ബാക്കിയുണ്ട്. അതാ ഞാൻ പറഞ്ഞു നമ്മോട് പാടാൻ പറഞ്ഞ പിന്നെ അമ്മ പാടിക്കൊണ്ടിരുന്നോളൂ. എനിക്ക് ഐശുവിന് ചക്കയില്ല. ഐശു നീ എന്താ തിന്നുന്നേ? ചക്ക. തിരിച്ചു കൊടുക്ക. ഐശ്വര്യ, ഞാൻ കുഞ്ഞല്ലേ അമ്മി. നമ്മുടെ ഐശുവിന് നല്ല ഓർമ്മയായിട്ട് ഇത് ആദ്യത്തെ ചക്കയാണ്. നമുക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. ഐശുമോനെ, ഇതാണ് ചക്ക. ഇങ്ങോട്ട് നോക്ക്. ചക്ക ഇതെന്താ? ചക്കേന്റെ കുരു. ഇത് തോരൻ വെക്കണം, ഇത് കറി വെക്കണം. ഓക്കെ, വേണോ? ഏത് വേണം? ചക്ക വേണോ ചക്കക്കുരു വേണോ? ചക്കക്കുരു നോക്കുമ്പോ ചക്കക്കുരു ചെറുതായത് വന്ന്. ഇതല്ല, ഇതാ തിന്നെ. അയ്യോ, എനിക്ക് കോമഡി. ഒരു പാത്രം കൊടുത്തുണ്ടോ സുബി? ഐശ്വര്യ നാണോ? അരിഞ്ഞോളും, കൈ ഓരം കൂടെ എടുത്തോളൂ. നീ ഐശ്വര്യം കൂടെ കൊണ്ടുപോകും. ഐശ്വ പോവല്ലേ? ഐശു, നടക്കാക്കുന്നില്ലയോ? ചെരുപ്പിട്ട് തരാൻ പറ. ഇങ്ങനെ നടക്കടി പെണ്ണേ. പോയി അപ്പുറത്താ മമ്മി അടുത്ത് പോയി ചേച്ചി ഉണ്ടോ ചോദ്യം. അമ്മ ഉച്ചകൊണ്ട് ഇത് റെഡി ആവുമോ അമ്മ? അപ്പൊ നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ചക്ക വൃത്തിയാക്കൽ ഇവിടെ അതിവിജയകരമായി ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്കിവിടെ ചക്കയിൽ നിന്നും കുറച്ച് ചക്ക, ചക്കക്കുരു, ചക്കക്കൂനി, പിന്നെ നമ്മുടെ തെങ്ങിന് വളത്തിന് ആവശ്യമായ എന്തോ മടലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് എന്തോ ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത്? എന്തോയിരുന്നു പ്ലാനിങ്? വറക്കാൻ പോകുന്നു. അപ്പൊ നമ്മൾ കുറച്ച് ചക്ക എടുത്ത് നമ്മൾ ഉപ്പേരിയാക്കും, കുറച്ച് നമ്മളിന്ന് വേവിക്കും. അമ്മ, ചക്ക വേവിച്ചതിൻ്റെ കൂടെ എന്തോ അമ്മ കോമ്പിനേഷൻ? മീൻകറി, നല്ല തലക്കറി വെച്ചിട്ടുണ്ട്. ഓ, പൊളിച്ച്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചക്ക പൊളിക്കൽ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ചക്ക വേവിക്കലും ചക്ക ഉപ്പേരിയുടെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പം അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഞാൻ എൻ്റെ മടല് കൊണ്ട് തെങ്ങിന് വളമായിട്ട് കിട്ടാം. ബൈ ബൈ. ഓഹോയ്.